ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പത്തനംതിട്ടയിലെത്തും. ജില്ലാ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് ക്രമീകരിക്കുന്ന പൊതുസമ്മേളനത്തിൽ പത്തനംതിട്ട, മാവേലിക്കര മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ അണിനിരക്കും. 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സംസ്ഥാനത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയാണ് പത്തനംതിട്ടയിലേത്. NDAയുടെ സ്റ്റാർ ക്യാമ്പയിനർ ആദ്യഘട്ടത്തിൽ തന്നെ ഇറങ്ങുന്നത് അണികളിലും ആവേശം നിറയ്ക്കുന്നുണ്ട്. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ BJP എത്രത്തോളം വിലമതിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതിനൊപ്പം മണ്ഡലത്തിൽ പാർട്ടിക്കുള്ള പ്രതീക്ഷ കൂടി പങ്കുവെക്കുന്നതാണ് മോഡിയുടെ വരവ്. ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിന്നും മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പരസ്യമായ എതിർപ്പ് നേതൃനിരയിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഏക മണ്ഡലമാണ് പത്തനംതിട്ട. ഈ സാഹചര്യത്തിൽ എതിർ ശബ്ദങ്ങൾക്കുള്ള ശക്തമായ താക്കീത് കൂടിയാകും മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ സാന്നിധ്യമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. അദ്ദേഹത്തിന്റെ വരവ് തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദർശനമാണ്. പത്തനംതിട്ടയ്ക്ക് വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയെ ജയിപ്പിക്കാൻ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ അനിൽ ആന്റണിയെ വിജയിപ്പിക്കാനുള്ള ആഹ്വാനവുമായിട്ടാണ്, അഭ്യർത്ഥനയുമായിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത്. രാവിലെ 11 മണി മുതൽ പ്രവർത്തകരെ ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കും. 1 മണിക്കൂർ വേദിയിലുണ്ടാകുന്ന പ്രധാനമന്ത്രി ശേഷം തിരുവനന്തപുരം വഴി തമിഴ്നാട്ടിലേക്ക് പോകും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.